ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൗനരാഗം പുതിയ ഭാഗമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത ഭാഗം എന്തായി നോക്കാം നമുക്ക്. അപ്പോൾ സരയു പറയുകയാണ് ഷാരിയോട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഷാരി പറയുന്നു, അതേ മോളെ, നമുക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി എപ്പോൾ എൻ്റെ മനോനില തെറ്റുക എന്നറിയില്ല. അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണോ അമ്മയുടെ ഈ വിഷമത്തിന് കാരണം? അതെ, അച്ഛൻ തന്നെയാണ് എല്ലാത്തിനും കാരണം. അതിനി പാടി നടന്നിട്ട് കാര്യമില്ല മോളെ. അയാൾ മൊത്തത്തിൽ നമ്മളെ ചതിച്ചു കളഞ്ഞു. എല്ലാം ശരിയാവും അമ്മേ. അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. അങ്ങനെ ശരിയാവണമെങ്കിൽ ചില സത്യങ്ങൾ തിരിച്ചറിയണം. എനിക്ക് ചന്ദ്രസേനോടുള്ള സ്നേഹം ആത്മാർത്ഥമാണോ എന്ന് അറിയാൻ ഞാൻ സംശയിക്കുന്നത് പോലെ തന്നെ അമ്മയും സംശയിക്കുന്നുണ്ട്. നമ്മളെ സംശയങ്ങൾ സത്യമാണെന്നുള്ളതിന് എന്തോ തെളിവുകൾ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതൊക്കെ നാളത്തെ കൊണ്ട് അറിയാം മോളെ. നമ്മൾ ചോദിച്ച റെക്കോർഡുകൾ ഒന്നും വന്നിട്ടില്ലേ അമ്മേ? അതിൽ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അവരോടുള്ള സ്നേഹം സത്യസന്ധമായിരിക്കില്ല അമ്മേ. ഒന്നും പറയാൻ പറ്റില്ല മോളെ. ഞാനിപ്പോൾ നെഞ്ചിനകത്ത് ഒരു ഭാരവും പേറിക്കൊണ്ട് നടക്കുക. ജീവിതത്തിൽ ഇതുപോലെ ടെൻഷൻ അനുഭവിച്ചിട്ടില്ല. എല്ലാം ശരിയാവും അമ്മേ. ഉടനെ തന്നെ നമുക്കിവിടെ നിന്ന് പോകാനുള്ള ടിക്കറ്റുകളൊക്കെ ശരിയാക്കാമെന്നാണ് മനുവേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എന്തോ 2 ആഴ്ചത്തേക്ക് വലിയ തിരക്കുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നാട്ടിൽ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ പകുതി ടെൻഷൻ കുറയില്ലേ അമ്മേ? പക്ഷേ അതിനു മുമ്പ് ആൻറ്റി നമ്മളെ തകർത്തിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ തകർക്കണം. ആരെയൊക്കെ തകർക്കേണ്ടി വരുമെന്ന് നാളെ നമുക്ക് അറിയാൻ പറ്റും. അതും പറഞ്ഞ് ഷാരിൽ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നെ എൻ്റെ ഭർത്താവ് വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ കൊല്ലും. അനു അങ്ങനെ അവളെയും കൂട്ടിയിട്ട് ഒരു ടെക്സ്റ്റൈൽസിൽ എത്തിയിട്ടാണുള്ളത്. അതാണ് അടുത്ത ഭാഗമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഒരു ചുരിദാർ എടുത്തിട്ട് അവൾക്ക് വെച്ച് കൊടുത്ത് നോക്കുവാണ്. അപ്പോൾ ഇഷ്ടമായോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയാണ്, റോണിയേട്ടന് ഇഷ്ടപ്പെട്ടെങ്കിൽ സെലക്ട് ചെയ്തോ. ദേ കല്യാണ പെണ്ണ് മോളുവാ. അപ്പോൾ എൻ്റെ ഇഷ്ടമല്ല നോക്കേണ്ടത്. അതല്ല, കല്യാണ ചെറുക്കൻ ഇഷ്ടപ്പെട്ട വേഷമാണ് എൻ്റെ വേഷം. അതെ, ആ ഡ്രസ്സിങ് എടുത്തേ എന്ന് പറഞ്ഞ് വേറൊരു ഡ്രസ്സ് എടുപ്പിക്കുകയാണ്. അപ്പോഴാണ് കല്യാണിയും അവളുടെ ഫ്രണ്ടും അവിടേക്ക് വന്നത്. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി കല്യാണി കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ മനുവും മറ്റേ കല്യാണം കഴിക്കാൻ വേണ്ടി ആലോചിച്ച ആ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളെ ഏൽപ്പിച്ചിട്ട് അവൻ മുങ്ങിക്കളയാണ് ചെയ്തത്. അവൻ പോയിട്ട് കാറിലിരിക്കുകയാണ്. അപ്പോൾ മേഘനയോട് പറയാണ് കല്യാണി, നിനക്ക് ഇഷ്ടപ്പെട്ടതെടുത്തോ, ഇനി നീ എടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ എടുക്കുമെന്ന്. കല്യാണി അവളുടെ അടുത്ത് പറയാണ്, ഇതിനകത്ത് വിഷമമൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഒരു സമയത്ത് എനിക്ക് 2 പാവാടയും ബ്ലൗസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴുകി പിഞ്ചിപ്പോകുന്നത് വരെ ഞാൻ ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ ആരെങ്കിലും വേറൊരു ഡ്രസ്സ് കൊണ്ടുതരുന്നത്. അങ്ങനെയുള്ള എനിക്ക് വസ്ത്രങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. മേഘനയ്ക്ക് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് കല്യാണി ആ കുട്ടിയെ കണ്ടത്. എന്നിട്ട് മേഘനയോട് പറയാണ്, ദേ നോക്കിയേ ആരാ നിൽക്കുന്നതെന്ന്. അവളെന്താ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് മേഘന അവളുടെ അടുത്ത് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ കല്യാണി കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാണ്, എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അന്ന് കണ്ടപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പം മേഘന പറയാണ്, എന്തു തന്നെയാണെങ്കിലും എൻ്റെ അനിയത്തിയല്ലേ, അവൾ പറയാനുള്ളത് പറയട്ടെ. അപ്പോൾ കല്യാണി പറയാണ്, സ്വന്തം അനിയത്തിയല്ലല്ലോ അവൾ, അതുകൊണ്ട് അവൾക്ക് പറയാനുള്ളതെല്ലാം അവൾ പറയും. എന്നാലും കണ്ടതല്ലേ, ഒന്ന് മിണ്ടിയിട്ട് വരാം. മേഘന പോയിട്ട് അവളെ വിളിക്കുകയാണ്, മോളെ. അപ്പോൾ അവളെ കയ്യിലുള്ള ഡ്രസ്സ് അവൾ വലിച്ചവിടെ ഇട്ടിട്ട് പറയാണ്, നിങ്ങളോട് പറഞ്ഞതല്ലേ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എൻ്റെ അരികിൽ വരരുത് എന്ന്, മുഖം തിരിച്ചു പോകണം എന്ന്. പിന്നെ മേഘന ചോദിക്കുകയാണ്, മോള് ഒറ്റക്കാണോ വന്നത്? ഞാൻ ഒറ്റക്കായാലും ഇരട്ടക്കായാലും നിനക്കെന്താ, നീ നിൻ്റെ പാട് നോക്കി പോകാൻ നോക്ക്. ഇതൊരു ടെക്സ്റ്റൈൽസാണ് മോളെ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാതെ പോകാൻ. കല്യാണ ഡ്രസ്സ് എടുക്കാൻ വന്നതായിരിക്കും അല്ലേ? അതൊക്കെ നിങ്ങളെന്തിനാ അറിയുന്നേ? നിൻ്റെ കല്യാണം ഭംഗിയായിട്ട് നടത്തണം എന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എനിക്കോ അമ്മയ്ക്കോ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. അച്ഛൻ ഒരുപാട് സ്വപ്നം കണ്ട് നടന്നതാ. എന്നിട്ടാ നീ എല്ലാം തുലച്ചത്. അതുകൊണ്ട് എൻ്റെ കല്യാണം ആർഭാടമായിട്ട് നടത്താനാണ് വീട്ടിലെ എല്ലാവരുടെയും തീരുമാനം. ആ നേരത്തെ തന്നെ വെറുതെ ശല്യം ചെയ്യരുത്. കല്യാണി അവിടെ വന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞതല്ലേ മേഘന ഇവളെ കാണാൻ വേണ്ടി വരണ്ട എന്ന്. നിന്നോടെന്തെങ്കിലും സംസാരിച്ചാൽ മേഘനയ്ക്ക് എന്തെങ്കിലും ഷെയർ തരണം എന്നായിരിക്കും നിഷയ്ക്ക് പേടി. നാണോ മാനോ ഉണ്ടെങ്കിൽ, ആത്മാഭിമാനമുണ്ടെങ്കിൽ ഒരു കാരണവശാലും കാലണ ചോദിച്ച് എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ വരരുത്. കല്യാണി,
എൻ്റെ മോളെ, ഞാനിപ്പോൾ ഒരു കേസും വഴക്കും ഒക്കെ തീർത്തിട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിയമം കുറേയൊക്കെ എനിക്കും അറിയാം. നീ മേഘ്നയുടെ അമ്മയുടെ രണ്ടാമത്തെ മകളാ. ആദ്യത്തെ മകള് മേഘ്നയാ. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു വിലവീശൽ ഉണ്ടായാൽ പകുതി മേഘ്നയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അതാണ് മനസ്സിലിരിപ്പ് എന്ന് എനിക്കും എൻ്റെ അമ്മയ്ക്കും നേരത്തെ പിടികിട്ടിയതാ. അങ്ങനെ സ്വത്തിന് വേണ്ടി നിൻ്റെയൊന്നും കാല് പിടിക്കുന്ന കൂട്ടത്തിലല്ല മേഘ്ന. അങ്ങനെ ഒരു മൈൻഡ് മേഘനയ്ക്ക് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ ഇവളിൽ നിന്നും പിന്തിരിപ്പിക്കുകയുള്ളൂ. ഇവൾക്ക് ഒന്നും വേണ്ട. കാണുമ്പം ചേച്ചിയാണെന്നുള്ള ഒരു പരിഗണന കൊടുത്ത് ഒന്ന് ചിരിക്കുകയും മിണ്ടുകയും മാത്രം ചെയ്താൽ മതി. എൻ്റെ അമ്മ അന്ന് പറഞ്ഞല്ലോ, ഇവളൊരുത്തനൊപ്പം ഇറങ്ങിപ്പോയപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഇവള് മരിച്ചു കഴിഞ്ഞു എന്ന്. ഒരു ജഡത്തോട് ആരെങ്കിലും മിണ്ടും ചിരിക്കുകയൊക്കെ ചെയ്യുമോ? എൻ്റെ മോളെ, ഇതുപോലെ ഒരുപാട് അഹങ്കാരികളെ കണ്ടതാ എൻ്റെ ഈ ജീവിതത്തിൽ. ഒരുപാട് ഇതിനേക്കാൾ നികൃഷ്ടമായി തള്ളിക്കളഞ്ഞതാ. എന്നിട്ട് അവരുടെയൊക്കെ അനുഭവം ഇപ്പോൾ എൻ്റെ കണ്ണ് മുന്നിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ മുകളിലോട്ട് പോകരുത്. പ്രത്യേകിച്ചും കല്യാണം നടത്താൻ പോകുന്ന ഈ സമയത്ത്. അങ്ങനെ പോയാൽ നിന്റെ ജീവിതം പെട്ടെന്ന് മുരടിച്ചു പോകും. മനസ്സിലായി? ഇവളുടെ ഭർത്താവ് മരിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം താറുമാറ് ആകണമെന്നായിരിക്കും. അതിനു വേണ്ടി പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സ് ശരിയായതുകൊണ്ട്, നല്ലതായതുകൊണ്ട് നിന്നെപ്പോലെ ഒരു അനുഭവം എന്തായാലും എനിക്കുണ്ടാവാൻ പോകുന്നില്ല. ഇത്രയൊക്കെ മതി. എല്ലാം പാക്ക്. ഇനി ഇവിടെ നിന്നാൽ എൻ്റെ സമനില തെറ്റിപ്പോകും. വിഷമിക്കണ്ട മേഘനെ. അവളുടെ അഹങ്കാരത്തിന് അതിന് ഏറെ ആയുസ്സുണ്ടാവില്ല. എൻ്റെ പ്രാർത്ഥന അവൾക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണമെന്നാ. അങ്ങനെ കിട്ടണമെങ്കിൽ അവൾ കുറച്ച് മാന്യമായിട്ട് മേഘനയോട് സംസാരിക്കണമായിരുന്നു. മേഘനയെ വേദനിപ്പിക്കാതിരിക്കണം. സ്വന്തം ചേച്ചിയെ സങ്കടപ്പെടുത്തിയിട്ട് അവൾക്ക് ഒരുപാട് ആഘോഷിക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് മേഘനയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മേഘനയുടെ അമ്മയും അവളും ഒക്കെ ആശ്വാസമായി അരികിലേക്ക് വരികയാണ് വേണ്ടത്. അതുപോലെ കാണുമ്പോൾ ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞിട്ട് നോവിക്കല്ല വേണ്ടത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. വാ. ഏയ്, ആ ടോപ്പൊന്ന് എടുക്കുമോ? മനു വണ്ടിയിലിരുന്ന് അസ്വസ്ഥനാവുകയാണ്. അവൻ പറയാണ്, അവർ കാണുന്നതിന് മുമ്പേ അവളിങ്ങ് വന്നാൽ മതിയായിരുന്നു. മേഘന നിഷയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതും വില കൊടുക്കുന്നതും അവൾ എന്താ ചെയ്യുന്നതും ഒക്കെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കല്യാണി പറയാണ്, അവളെ തന്നെ നോക്കി നിൽക്കുകയാണോ? തുണിയൊക്കെ നോക്ക് മേഘനെ. എന്നാലും ഞാൻ ഒരുപാട് സ്നേഹിച്ചതാ ചേച്ചി അവളെ. അവൾ എന്നോട് കുറുമ്പ് കാണിക്കുമ്പോഴൊക്കെ ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. അന്ന് നമ്മൾ മേഘനയുടെ വീട്ടിൽ പോയപ്പോഴും അച്ഛൻ നല്ല സോഫ്റ്റായിട്ടല്ലേ സംസാരിച്ചത്. വഴക്ക് പറഞ്ഞെങ്കിലും ആട്ടി വിട്ടെങ്കിലും അതിനൊരു മാന്യത ഉണ്ടായിരുന്നു. ഇവളെ അമ്മയൊക്കെ കൊന്ന് കൊലവിളിച്ചതാ. എന്ന് വെച്ചാൽ ഇനിയും മേഘന അവിടേക്ക് ചെല്ലുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. അമ്മ രണ്ടാനമ്മയാണെങ്കിലും അച്ഛൻ സ്വന്തം അച്ഛനാണല്ലോ. അതുകൊണ്ട് സ്വത്തിൻ്റെ ഒരു ഭാഗം മേഘനയ്ക്ക് വേണ്ടിയിട്ട് അച്ഛൻ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാനാ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സ്വത്തൊന്നും വേണ്ടല്ലോ ചേച്ചി. നമുക്കാർക്കും അതിൽ കണ്ണില്ല. പക്ഷേ അവർ സ്വത്തിനെ സ്നേഹിക്കുന്നവർക്കത് അറിയാമല്ലോ. അവരെപ്പോഴും അവരുടെ മനസ്സിലുള്ളത് പുറത്തു വിടുക ചെയ്യുന്നത്. ഇതിനെയൊക്കെ അങ്ങനെ കണ്ടാൽ മാത്രം മതി. പിന്നെ നമ്മുടെ സമ്പത്ത് മറ്റുള്ളവരെ പിടിച്ചു വാങ്ങിയാൽ അതവർ അനുഭവിക്കില്ല എന്ന് മാത്രമല്ല, ഉള്ളത് കൂടി നഷ്ടപ്പെടുകയും ചെയ്യും. നിഷ വീണ്ടും വരികയാണ്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഇനിയും ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണും. ആ സമയത്ത് എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും അരികിലേക്ക് നീ വന്നു പോകരുത്. പിന്നെ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നയാൾ അമേരിക്കക്കാരനാ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിന്ന് പോകും. അതാ വലിയൊരു ആശ്വാസം. പിന്നെ നിന്നെപ്പോലെ മനസ്സും ശരീരവും ശുദ്ധമല്ലാത്ത ആരെയും കാണണ്ടല്ലോ. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കുകയാണ്. അപ്പോൾ കല്യാണി, ഒന്ന് നിൽക്കടി. നീ ഇവിടെ നിന്ന് ഒരുപാട് ബഹളം വെച്ചിട്ടാണ് പോകുന്നത്. ഇനി മേഘനയെ കാണുമ്പോൾ നീ മുഖം തിരിച്ചു പോയിക്കൊള്ളണം. ഒരക്ഷരം സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ നീ ആഗ്രഹിക്കുന്നതൊന്നും നിനക്ക് കിട്ടില്ല. നിന്റെ അമ്മയും അത് അനുഭവിക്കില്ല. ഇത് ഞാനാ പറയുന്നത്. അപ്പോൾ നിഷ, നിങ്ങൾ നോക്കിക്കോ. നിങ്ങളിവളെ കൂടെ കൊണ്ട് നടക്കുന്നതിന് നിങ്ങൾക്കും ശിക്ഷ കിട്ടും. ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഒരു ജാതകദോഷമുള്ള ഒരുത്തൻ്റെ കൂടെയാണെങ്കിലും ഇവള് പോയത് ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചമുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ വീട്ടിൽ ആകമാനം അതിനൊരു തെളിച്ചമുണ്ട്. ആ തെളിച്ചോ നിൻ്റെ കല്യാണം കഴിഞ്ഞ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ.
എൻ്റെ കല്യാണത്തെക്കുറിച്ചോ എൻ്റെ ജീവിതത്തെക്കുറിച്ചോ നിങ്ങളാരും ബോധവൽക്കരിക്കണ്ട. ഇവള് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന കെട്ടുകണക്കിന് ദോഷമുണ്ടല്ലോ, അത് പരിഹരിച്ച് നിങ്ങളൊക്കെ മുന്നോട്ട് പോയാൽ മതി. അതും പറഞ്ഞ് നിഷ അവിടെ നിന്നും പോയി. സ്വന്തം അനുജത്തിയാ ഇവള് വേറൊരു വിവാഹം കഴിച്ചതിനെ പറ്റിയാ ഇങ്ങനെയൊക്കെ പറയുന്നത്. കല്യാണി ഷോപ്പിലുള്ളവരോട് പറയാണ്. അതും ഇന്നത്തെ കാലത്ത്. മനുവിന് വിഷമാവുന്നു കാണാത്തത് കൊണ്ട്. അവൻ പറയുകയാണ് മനസ്സിൽ, ഇനി അവരെങ്ങാനും കണ്ടു കാണുമോ. അയ്യോ ദേ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും കാറിൽ തന്നെ കയറിയിരുന്നു. അവനെന്നിട്ട് ആർക്കോ ഫോൺ ചെയ്ത് സംസാരിക്കുന്ന രീതിയിൽ പലതും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ തിരക്കില, ബിസിനസ് മാറ്ററൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അവരോട് പറയുന്നത്. അപ്പോൾ നിഷ കാറിൽ കയറി ഇരുന്നിട്ട് പറയാണ്, എന്താ അങ്ങോട്ട് വരെ ഒന്നും ചെയ്യാതിരുന്നത്, ഫോണിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ ഫോൺ 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 എന്ന് പറയാണ്. ഓ കൊറിയക്കാരനാണോ? എന്നാൽ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലായി കാണില്ല. അതെ അതെ അതെ. അല്ല റോണിയേട്ടൻ അവരോട് മലയാളത്തിലാണല്ലോ സംസാരിച്ചത്. അത് മലയാളികളാ, കൊറിയൻ മലയാളികൾ. അവർ വർഷങ്ങളായിട്ട് അവിടെ സെറ്റിൽഡാ. അല്ല മോളുവിൻ്റെ മുഖത്തെന്താ ഒരു ദേഷ്യം? അതിനെപ്പറ്റി ഒന്നും പറയാതെ നല്ലത്. ടെക്സ്റ്റൈൽസിന് അകത്ത് വെച്ച് ഞാൻ എൻ്റെ ചേച്ചി എന്ന് പറയുന്നവളെ കണ്ടു. അവളുമായിട്ട് ഉടക്കേണ്ടിയും വന്നു. അത് ശരി, അവൾ ഇതിനകത്തുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ സംസാരമൊന്നും റോണിയേട്ടൻ കേൾക്കാതിരുന്നത് നന്നായി. ഇനി പർച്ചേസ് കഴിഞ്ഞ് താഴേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് പോയേക്കാം. ആ ശരി ശരി ശരി. പിന്നെ കല്യാണിയും മേഘനയും കൂടി അവർ എടുത്ത സാധനത്തിൻ്റെയൊക്കെ ബില്ലൊക്കെ ആക്കി, ബില്ലൊക്കെ പേ ചെയ്ത് അവർ ഇറങ്ങുകയാണ്. മേഘന കരയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുന്നു, ഇനിയും കരച്ചിൽ നിർത്താനായിട്ടില്ലേ മേഘനെ? അതുകൊണ്ടല്ല ചേച്ചി, എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടും ചേച്ചി എൻ്റെ കൂടെ നിൽക്കുകയാണല്ലോ. സ്വന്തം അച്ഛനും അമ്മയും പോലും ഇതുപോലെ കൂടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ആപത്ത് സമയത്ത് സഹായിക്കുന്നവരെ, സങ്കടം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരെയാ മനുഷ്യർ എന്ന് വിളിക്കേണ്ടത്. എനിക്ക് ശബ്ദം കിട്ടിയപ്പോൾ ഞാൻ അഹങ്കാരിയായെന്ന് ചിലരൊക്കെ പറയാറുണ്ടായിരുന്നു. ആ പറയുന്നവരൊക്കെ അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ ചിന്തിക്കുന്നില്ല. ശരിയാ, ശബ്ദം കിട്ടിയതിന് ശേഷം ഏതു നേരം സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന എൻ്റെ ആഗ്രഹം. ചില നേരത്ത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാതെ ഭയപ്പെടാറുണ്ട്, എൻ്റെ ശബ്ദം വീണ്ടും പോയോ എന്ന്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട്. ഇനിയും അങ്ങനെ സംഭവിച്ചാൽ ഞാനൊരു വിഷാദ രോഗിയായിപ്പോവും. അങ്ങനെയൊന്നും സംഭവിക്കില്ല ചേച്ചി. ചേച്ചിയെപ്പോലെ നല്ല മനസ്സുള്ളവരാ സംസാരിക്കേണ്ടത്. എൻ്റെ അനിയത്തിയുടെ കാര്യം കേട്ടില്ലേ? അവളുടെ ഭാഷ മനസ്സിലായില്ലേ? അതാ സഹിക്കാൻ പറ്റാത്തത്. ഒന്നും കേൾക്കണ്ട. ഇനി അവരെ കാണുകയാണെങ്കിൽ അരികിലേക്ക് പോവുകയും വേണ്ട. പിന്നെ കല്യാണം കഴിഞ്ഞ് വിദേശത്ത് പോകുമെന്നല്ലേ പറഞ്ഞത്? പോയിക്കോട്ടെ. ഈ നാടിനെ മറന്ന് ഈ നാട് കൊള്ളില്ല എന്നും പറഞ്ഞ് പലരും പോകുന്നുണ്ട്. ജനിച്ച നാട് കൊള്ളില്ല എന്ന് പറയുന്നവർ ഈ നാട്ടിൽ ജനിക്കാത്തതാണ് നല്ലത്. നമുക്ക് ജീവിക്കാനുള്ളതെല്ലാം ദൈവം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് കാണാതെ പോകുന്നതാ പ്രശ്നം. വാ കയറ്, നമുക്ക് പോകാം. കാറിൽ കയറി ഇരുന്നിട്ട് കല്യാണി പറയാണ്, നീ എൻ്റെ അടുത്ത് ഉള്ളിടത്തോളം കാലം നിനക്കും നിൻ്റെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. എന്ന് മാത്രമല്ല, ഓരോ വർഷവും ജോലി നിനക്ക് പാരമ്പര്യമായിട്ട് കയറിക്കൊണ്ടേയിരിക്കും. എല്ലാം കണ്ടും കേട്ടും പഠിക്ക്. എന്തായാലും ഡിഗ്രിയൊക്കെ കഴിഞ്ഞതല്ലേ. അത്യാവശ്യം കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാനും അറിയാം. പിന്നെ പ്രശ്നമൊന്നുമില്ല. അർജുൻ ഏതായാലും മരിച്ചു. ഇനി എന്നെങ്കിലും ഒരു ദിവസം നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും സംരക്ഷിക്കാൻ ഒരാൾ വരികയാണെങ്കിൽ അയാളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം. സോണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോണി ഏറ്റെടുത്ത ആൽബർട്ടിനെക്കുറിച്ച്. പിന്നെ ആലോചിച്ച് നിൽക്കരുത്. ഇല്ല ചേച്ചി, അർജുനേട്ടനെ മറന്നിട്ട് ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, വണ്ടിയെടുക്കാം. പിന്നെ കാണിക്കുന്നത് ഷാരിയെയാണ്. ഷാരി ആലോചിച്ചിരിക്കുകയാണ്. കല്യാണി പറഞ്ഞത്, നിങ്ങൾ സത്യസന്ധമായിട്ടൊരു അന്വേഷണം നടത്തിയാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ. സരയു നിങ്ങളുടെ മോളല്ല എന്ന്. അപ്പം മറച്ചു സംഭവിച്ചാൽ സരയു നിങ്ങളുടെ മകളാണെന്നറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും രണ്ടിടത്തായിരിക്കും. ഒന്നിച്ച് പിന്നെ ജീവിക്കില്ല. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ കാര്യം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഷാരി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ ബൈ.